ഹലോ ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു എം ഡീൻസ് വ്ളോഗ്. ഞാൻ മൊയ്തീൻകുട്ടി ഇപ്പോൾ സംസാരിക്കുന്നത് ടിൻസൂക്കിയയിൽ നിന്നും. ഈ ഒരു വീഡിയോ എൻ്റെ ടിൻസൂക്കിയ ഇവിടെ ഒരു ഡെയിലി ബസാറുണ്ട്. ഡെയിലി ബസാർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റാണ്. ആ മാർക്കറ്റിൽ ശരിക്കും കാണാനുണ്ട്. ഞാൻ പ്രതീക്ഷിച്ച് ഇതുവരെ എനിക്ക് പോകാൻ പറ്റിയിരുന്നില്ല. കോവിഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇതുവരെ ഞാൻ അത്രയും വിശദമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് ഏരിയയിൽ തുണിക്കടകൾ ഗലിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ എല്ലാവരും അത് വിശദമായിട്ട് ഫുള്ള് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അവസാനം വരെ കാണുക ആൻഡ് എൻജോയ്. ഹലോ ഫ്രണ്ട്സ്, കുറേ ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് വീഡിയോ ചെയ്യാണ്. കാരണം കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാനൊരു മൈക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഹെൽമെറ്റിനകത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ടെസ്റ്റിംഗ് ആണ്. കാറ്റടിച്ച അല്ലെങ്കിൽ ഇതിൽ കാറ്റടിച്ചിട്ടുള്ള സൗണ്ട് ഉണ്ടായിരുന്നു ഹെൽമെറ്റിൽ വിസിലടിക്കുന്ന പേര്. അപ്പോൾ ഇത് വെച്ചാൽ ഇങ്ങനെ ഉണ്ടെന്നുള്ള അറിയാൻ വേണ്ടി ഒരു ട്രയലാണ്. ടിൻസൂക്കിയ തന്നെയാണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് വണ്ടി ഒന്ന് സർവീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വണ്ടിയുടെ ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റി ബ്രേക്കിൻ്റെ കുറേ പണികൾ ചെയ്തു. എല്ലാം കൂടി 2300 രൂപ ചിലവായി. ഏരിയൊക്കെ പറയുന്നത് ചൈനാപ്പെട്ടി. ഇവിടെ ചൈനക്കാർ പണ്ട് താമസിച്ചിരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ചൈനാപ്പെട്ടി എന്നാണ് പറയുന്നത്. ഭയങ്കര ട്രാഫിക്കാണ്. ഇപ്പോൾ കോവിഡ് ലോക്ക്ഡൗണുകളൊക്കെ തുറന്നു. എല്ലാ കച്ചവടങ്ങളൊക്കെ ഒരുവിധം പഴയവിധം തിരക്കായി. ഇവിടെയാണ് ഡെയിലി മാർക്കറ്റ് എന്ന് പറയുന്ന സ്ഥലം. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വന്നൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഇവിടെ കാണാൻ മാത്രമുണ്ട്. വളരെ തിരക്ക് പിടിച്ചൊരു ഏരിയയാണ്. നിറയെ കടകളാണ്. ഇതിൻ്റെ ഉള്ളിലോട്ട് മുഴുവൻ ക്ലോത്ത് മാർക്കറ്റ്. അതാകണ്ടില്ല, മുഴുവൻ ഗലികളാണ്. നിറയെ ഇടുങ്ങിയ തെരുവുകൾ. അതിൽ കൂടെ മുഴുവൻ കടകളാണ്. ഓരോ ഐറ്റംസിൻ്റെ ഓരോ ലൈന്. ഡെയിലി ബസാർ ടിൻസൂക്കിയ ബോർഡ് അവിടെ കണ്ടില്ല. ഡെയിലി ബസാർ. ഇതിനകത്ത് നമുക്ക് വണ്ടി സർവീസ് ചെയ്ത് വന്നിട്ട് കയറാം. അതിനകത്ത് മുഴുവൻ കടകളാണ്. ടിൻസൂക്കിയുടെ തന്നെ വേറൊരു ഭാഗമാണ് സിർപുരിയ എന്ന് പറയും. ഇവിടെ എല്ലാം ആകെ ഒരു ബൈക്ക് വാഷ് ചെയ്യുന്ന സ്ഥലം ഇവിടെ ഉള്ളൂ. ഭയങ്കര തിരക്കാണ് ഇവിടെ. ഞാൻ പരിചയമുള്ള ഒരാളാണ്, നേരത്തെ പരിചയപ്പെട്ടാണ്. ഇവിടെ ആകെ ഒരു ബൈക്ക് വാഷ് കേന്ദ്രമുള്ളൂ. ഇതാണ് ഇവിടുത്തെ കുഴപ്പം. കണ്ടില്ലേ എത്ര വണ്ടിയാണ്. അച്ഛാ, ഇന്നിപ്പോൾ സർവീസ് ചെയ്യിക്കണ്ടെന്ന് കരുതി. നാളെ പൂജയൊക്കെ ആയതുകൊണ്ട് ആൾക്കാർ, നാളെ വിശ്വകർമ്മ പൂജ ആയതുകൊണ്ട് അവർ ഇന്നേ ബൈക്കൊക്കെ കഴുകി വെക്കുക. അതുകൊണ്ട് ഉള്ള തിരക്കാണ്. ഇതൊക്കെ ഇടുക്ക് വഴികളാണ്. ഇവിടെയൊക്കെ നിറയെ ഇങ്ങനെ ഇടുക്ക്. ഇതിനകത്ത് മാർക്കറ്റുമാണ്. നമുക്കിവിടെ എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ട് പോവാം. വണ്ടി എങ്ങനെയൊന്നും ഇവിടെ നിർത്താനൊരു സ്ഥലവും കിട്ടുന്നില്ല. ഇയാൾ വണ്ടി എടുക്കുകയാണോ? അയാൾ വണ്ടി എടുക്കുകയാണ്. പാർക്കിങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ മാർക്കറ്റൊക്കെ ഒന്ന് കാണാം. ടിൻസൂക്കിയ ഡെയിലി ബസാർ എന്ന് പറഞ്ഞിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് കണ്ടില്ല, ഇത് ഇതിൻ്റെ ഗേറ്റ് വേ ആണ്. ആ ഗേറ്റ് വേയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് അങ്ങേയറ്റം വരെ കടകളാണ്. ഈ ഭാഗത്ത് തുണിക്കടകൾ, ചെരുപ്പ് കടകൾ. നമുക്ക് സ്പീഡിലൊന്നിങ്ങനെ നടന്നു പോവാം. അതെല്ലാം കാണുകയും ചെയ്യാം. അപ്പുറത്തും ഇതേമാതിരി പാരലൽ സ്ട്രീറ്റാണ്. ഈ ഇടുക്കി കൂടി പോയാൽ അപ്പുറത്ത് വേറെ പാരലൽ സ്ട്രീറ്റാണ്. ഇതെല്ലാം കടകളാണ്. നമുക്ക് ഈ ഇടുക്ക് വഴി ഇങ്ങോട്ട് കയറി വെക്കുക. അവിടെ അപ്പുറത്ത് വേറെ ഗലിയാണ്. പക്ഷേ ഇവിടെ തിരക്ക്, അങ്ങോട്ട് പോകാൻ പറ്റില്ല.
ഈ ഇടുക്ക് വഴി പോയി നോക്കാം. ഇതാണ് കണ്ടോ, അങ്ങോട്ടൊക്കെ ഒരറ്റം മുതൽ ഒരറ്റം വരെ മാർക്കറ്റാണ്. പിന്നെ ഇങ്ങോട്ടൊക്കെ എടുക്കാം, അങ്ങോട്ട് എടുക്ക് ഇങ്ങോട്ട് എടുക്ക്, നാം പലതരം പൂക്കളും മാല. നീ ഇടുക്ക് വഴി ഇങ്ങനെ പോയി നോക്കുക. ഒത്തിരി ഉണ്ട്, എല്ലാം എടുക്കാം. ഈ ഇടുക്കിൽ കൂടെ ഒക്കെ കടകളാണ്, ഒരുപാടുണ്ട്. ഞാനിത് ഇത്രയും ഞാൻ കരുതിയിരുന്നില്ല, ഈ തിൻസുക്കിയയിൽ ഇത്രയും വലിയ മാർക്കറ്റ് ഉണ്ട്. ഇതൊരു അത്ഭുതം തന്നെ. ഇല്ല, ഇങ്ങോട്ടൊക്കെ എടുക്കുക. ഇടുക്കുകളിലൊക്കെ കടകളാണ്, ഇഷ്ടംമാതിരി കടകൾ. ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ പച്ചക്കറി മാർക്കറ്റിൻ്റെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ പിന്നെ പച്ചക്കറികൾ ആയി. പച്ചക്കറികൾ അപ്പുറത്തെ ഇറച്ചി വീണ്ടും ഒരു ഇതിൻ്റെ ഒരു മെയിൻ ഇതിലേക്ക് വന്നു. അങ്ങനെ പാരലൽ റോഡുകളാണ് ഇവിടെയൊക്കെ. കൂടുതൽ ചെരുപ്പ് കടകൾ, ജ്യൂസ് ഒക്കെയാണ്. ചെരുപ്പാണ് ഇവിടെ മുഴുവൻ. ചെരുപ്പുണ്ട്, ജീൻസ് എല്ലാം ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. മൻസൂർ ഷൂ സ്റ്റോർ, ബസാർ. പലതരം കടലകളാണ്, പലതരം കടല, പൊട്ടുകടല, എല്ലാ കടലയുണ്ട്. മിക്സഡ് കടല. ഇത് അങ്ങോട്ടൊരു ഗലിയാണ്, അതൊരു ഗലിയാണ്. തിരിച്ച് വേറെ ഡയറക്ഷനിൽ പോകുന്നത്. ഒരു ഇടുക്ക് ഇങ്ങനെ പോകുന്നു. വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡെക്കറേഷൻ, പൂക്കൾ, മാലകൾ, ഇവിടെയൊക്കെ വീട്ടു സാധനങ്ങളാണ്. പാത്രം, സ്റ്റീൽ പാത്രം, അലൂമിനിയം പാത്രം, അങ്ങനെയുള്ള സംഭവങ്ങൾ. ഫ്രൂട്ട്സ്. ഇതൊരു അറ്റമല്ല. ഓ, ഇവിടെ എന്താ ഭയങ്കര. നാളെ പൂജ ആയതുകൊണ്ട്, നാളെ പൂജ ആയതുകൊണ്ടുള്ള തിരക്കെല്ലാം. നേരത്തെ കണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ പട്ട് സാരിയാണ്, കംപ്ലീറ്റ് പട്ട, സിൽക്ക്. കഥകൾ, തുണികൾ. നമ്മൾ നേരത്തെ വന്നത് ആ മെയിൻ ഗലി കൂടിയാണ്. എന്നിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോയി. എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. കംപ്ലീറ്റ് തുണിക്കടകൾ. ഇവിടെയൊക്കെ എത്രയും സെയിൽസ് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെയൊക്കെ പോപ്പുലേഷൻ വളരെ കുറവാണ്. ഈവൻ ഇപ്പം നമ്മുടെ കേരളത്തിൽ എറണാകുളത്ത് പോലും ഇങ്ങനെ ഒരു മാർക്കറ്റ് ഇല്ല. ഇവിടുത്തെ തുണിക്കച്ചവടം, തുണി വ്യാപാരം, വസ്ത്ര വ്യാപാരം ഭയങ്കരം. ഒരു സ്റ്റീലിൻ്റെ ഒരു ബൗളും ഒരു സ്പൂണും. ഇതിന് 200 രൂപ, ഇതിന് 45. ഇവിടുത്തെ ഇവരെ യൂട്യൂബിലിടുകയാണ്, അവരെ സബ്സ്ക്രൈബ് ചെയ്തു. പക്ഷേ ഇവിടെ റേഞ്ച് ഇല്ല. ഇത് റേഞ്ച് नहीं है कोई है। आपका नाम क्या है? शुभ नाम? सपन सरकार. सपन सरकार. आपका जी? कानून नंदी. ओके. नंदी हार्डवेयर स्टोर. हाँ, ओके. नंदी हार्डवेयर स्टोर.
हाँ इधर से ही मैंने वो नॉन स्टिक पैन लिया था 480 का अच्छा तवा നമ്മൾ വീണ്ടും ഇതിൻ്റെ ഒരു മെയിൻ ഇതിലേക്ക് വന്നു. അങ്ങനെ പാരലൽ റോഡുകളാണ് ഇവിടെയൊക്കെ. കൂടുതൽ ചെരുപ്പ് കടകൾ ഷൂസ് ഒക്കെയാണ്. ചെരുപ്പാണ് ഇവിടെ മുഴുവൻ. ചെരുപ്പുണ്ട്, ജീൻസ് എല്ലാം ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. മൻസൂർ ഷൂ സ്റ്റോർ, ഹരി ബസാർ. പലതരം കടലകളാണ്, പലതരം കടല, പൊട്ടുകടല, എല്ലാ കടലയുണ്ട്, മിക്സഡ് കടല. ഇത് അങ്ങോട്ടൊരു ഗലിയാണ്, അതൊരു ഗലിയാണ്. ദൈവത്തിൻ്റെ ഫോട്ടോസാണ് പലതരം വിൽക്കാൻ വെച്ചിരിക്കുന്ന. പേഴ്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ മറ്റേ റോഡിലെത്തി, അതായത് മാർക്കറ്റിൽ നിന്ന് പുറത്ത് കിടന്നു. ഡെയിലി ബസാർ ടിൻസുക്കിയ. ഇത് നമ്മൾ അങ്ങേ അറ്റത്തുനിന്ന് കയറി നമ്മൾ ഇങ്ങേ അറ്റത്തെത്തി. അപ്പോൾ ഇവിടെ പുറത്തിറങ്ങി ഇവിടെയാണ് ഇതാ ഈ രംഗ്ബാർ സിനിമ തിയേറ്ററൊക്കെ ഉണ്ട്. രംഗ്ബാർ രംഗാർ. ഇത് GNB റോഡ് എന്ന് പറയും. ഇവിടുത്തെ ഒരു മെയിൻ റോഡാണ്. ഈ രണ്ട് റോഡിൻ്റെ നടുവിലായിട്ടാണ് ഈ ഡെയിലി ബസാർ. ഒരബദ്ധം പറ്റി, ഹെൽമെറ്റ് അവിടെ മറന്നു വെച്ചു ആ കടയിൽ, പാത്രം വാങ്ങിയ കടയിൽ. അപ്പോൾ തിരിച്ചങ്ങോട്ട് പോവുക. കട കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും ഞാൻ മുമ്പ് ഒരിക്കൽ പോയിട്ടുള്ളതുകൊണ്ട് അവിടെ എത്തും. വീണ്ടും നമ്മൾ ഡെയിലി ബസാറിനകത്തേക്ക് കയറുകയാണ്. ഈ വഴിയാണ് വന്നത് തോന്നുന്നു, ഈ ഇടുക്ക് വഴിയാണ് വന്നത് തോന്നുന്നു. ആ അതെ അതെ അതെ, ആ പൂക്കൾ, പൂജാ സാധനമൊക്കെ വെക്കുന്ന സ്ഥലം. പട്ടുസാരിയുടെ ഗലി, പട്ടുസാരികൾ. ആ ഇത് വഴിയാണ്, അല്ല ഇത് വഴിയല്ല, ഇതിൻ്റെ അപ്പുറത്താണ്. കുഴപ്പമില്ല, ഇതിലെ പോവാം. ഇവിടെയൊക്കെ ടോയ്സ് ആണ്, ടോയ്സ് ഹോൾസെയിലും ഉണ്ട്. ഇവിടെ നേരത്തെ വന്ന് കണ്ടിരുന്നു. ഇവിടെയാണോ ഗലി മാറിപ്പോയത്? ഗലി മാറിപ്പോയി. കുഴപ്പമില്ല, അപ്പം ഇങ്ങനെ അങ്ങോട്ട് കയറാം. തയ്യൽക്കട കൊള്ളാമല്ലേ? ഇവിടെ എല്ലാം ഗലികളാണ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗലിയാണ്. എന്തൊരു സ്ഥലം! ആ കിട്ടി, നമ്മളെ കട കിട്ടി. കറക്റ്റ് കണ്ടുപിടിച്ചു. എന്താ हेलमेट इधर भूल गया, हेलमेट इधर ये नहीं आया, वो रेंज का കിട്ടുന്നില്ല നേരെ. വീണ്ടും നമ്മൾ ആ ഏരിയയിൽ തന്നെ. ഭയങ്കര ചൂടാണ്, എല്ലാവരും ആൾക്കാർ നിന്ന് വിയർക്കുക. നമ്മൾ നേരത്തെ പോയ ഏരിയ തന്നെയാണ്, അതുകൊണ്ട് കൂടുതൽ കാണിക്കുന്നില്ല. ഇങ്ങനെ ഹെൽമെറ്റ് കിട്ടി. അങ്ങനെ വീണ്ടും GNB റോഡിലെത്തി. ഇരുട്ടായി, ഇനിയിപ്പോൾ വലിയ ഫ്ലെയർ ഉള്ളത്. ഇത് ഇവിടുത്തെ ഒരു മാളാണ്, ഒരു മാളാണ്. നമുക്കിവിടെ ഒന്ന് കയറാം. കണ്ടില്ല, മുകളിൽ റൂഫൊക്കെ ഉണ്ട്. ഇവിടെ ഒന്ന് കയറിയിട്ട് ഇവിടെ എന്താ നോക്കാം. ലൈറ്റ് ഹൗസ്, മുകളിൽ ജിമ്മൊക്കെയാണ്. അതാ ജിം, എയർ കണ്ടീഷൻ, യൂണിസെക്സ്. ഇവിടെ കടകളൊക്കെയാണ്. പിന്നെ അതാ ഇവിടെ ചൗപ്പാത്തി ഫുഡ്. അപ്പോൾ നോക്കാം ഇവിടെ എന്താ കഴിക്കാൻ. മെനു ഇതാ,
സൗത്ത് ഇന്ത്യൻ മസാല ദോശ 100 രൂപ, ബട്ടർ മസാല. പിന്നെ പല ഐറ്റംസ് ഉണ്ട്. ചൈന, പിസ്സ, പൊറോട്ട, ചിക്കൻ. ഇവിടെ ക്യാപ്സ്യൂൾ ലിഫ്റ്റ് അങ്ങോട്ട് പോയി. ഇതുവരെ കോവിഡ് കാലമായതുകൊണ്ട് ഇവിടെ ഒന്നും വരാൻ പറ്റിയിട്ടില്ല. സെൽഫ് സർവീസ് ഫുഡ് ഓപ്പണായിട്ട്. മസാല ദോശക്ക് 100 രൂപയാണ്. പിന്നെ ലസ്സിക്ക് 50 രൂപ. അപ്പോൾ കഴിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്കൊന്ന് പോയി നോക്കാം. വെറുതെ അവിടെ എന്താ ഇല്ലെന്നൊന്ന് നോക്കാം. അത് വരികയാണ്. ഇവിടെ അവിടുന്ന് ചൗപ്പാട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ ജിമ്മാണ്, AC ജിമ്മാണ്. മൾട്ടി ജിം, എക്സസൈസ് എടുക്കുന്ന ആൾക്കാരൊക്കെ. തിരിച്ചു പോവാം. ടാറ്റൂസ്, അവിടെ ടാറ്റൂസ് ആണ്. ചൗപ്പാത്തിന്ന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ പിന്നെ ഇത് അപ്സേഫ് അല്ല USPF റെസ്റ്റോറൻ്റാണ് ഇത്. സ്പോർട്സ് വില്ല, ജിം എക്യുപ്മെൻറ്റ്സ് എല്ലാം, സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ്. പിന്നെ ഈ ഭാഗത്ത് നമ്മുടെ ഡെയിലി ബസാറിൻ്റെ മറ്റൊരു ഭാഗമാണ്. ഇതാ അങ്ങോട്ടൊക്കെ ഡെയിലി ബസാർ തന്നെ.